ഇപ്പം ഗസയിൽ 60,000 70,000 ആളുകളെ കൊല്ലുന്നു, സ്ത്രീകളും കുട്ടികളും, കുഞ്ഞു കുട്ടികളെ, ആശുപത്രിയിൽ കിടക്കുന്ന കുട്ടികളെ പോലും ആശുപത്രിയിൽ ബോംബിട്ട് കൊല്ലുകയാണ്. ഇതിനൊക്കെ എന്ത് ന്യായം? എന്നിട്ട് പറയാണ് ഇതിനടിയിൽ മുഴുവൻ ഹമാസിൻ്റെ ഭീകരരുണ്ട്, അവരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു യുദ്ധത്തിൽ ഇറങ്ങിയാൽ ഒന്നുകിൽ ആ യുദ്ധം ജയിക്കുക, ആ യുദ്ധം കൊണ്ട് നേട്ടം, എന്തെങ്കിലും ഒരു നേട്ടം ആ രാജ്യത്തിന് വേണം, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ പോകരുത്. ഇത് രണ്ടിനും നടുക്കാണ് നെതന്യാഹു. ഇസ്രായേലിനെ കൊണ്ട് വിചാരിച്ചതൊന്നും നേടാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ലോകം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ജനത അവരുടെ ജീവിത കാലയളവിൽ ഏറ്റവും കൂടുതൽ സമയം വെടിയൊച്ചകൾക്കും ബോംബിങ്ങുകൾക്കും ബങ്കറുകൾക്കുള്ളിൽ മരണഭയത്തോടു കൂടി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഒരു ഭരണാധികാരിയാണ് നെതന്യാഹു. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ യുദ്ധക്കൊതിയെ പറ്റി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് ഒരു യുദ്ധം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വേണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അകത്ത് പോകേണ്ട സാധ്യതകൾ വേറെയാണ്. അപ്പോൾ ഈ വരുന്ന ഒക്ടോബറിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ ഇസ്രായേൽ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഇത്ര നാളും നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് നഫ്താലി ബെന്നറ്റ്, അതുപോലെ തന്നെ എയർ ലാപ്പിഡ് തുടങ്ങിയ മുൻ പ്രധാനമന്ത്രിമാരാണ് നെതന്യാഹുവിൻ്റെ മുഖ്യ രാഷ്ട്രീയ എതിരാളികൾ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിലൊരു തരംഗം എന്ന് പറയുന്നത് യാഷിർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഐസൻകോട്ടിന് ജനസമ്മതി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു ഭാഗത്തിലെ ഒരുപക്ഷെ നെതന്യാഹുവിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഏറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഐസൻകോട്ട് എന്ന് പറയുന്ന മുൻ സൈനിക മേധാവി കൂടിയാണ് അദ്ദേഹത്തെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെതന്യാഹുവിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ ഒരു യാഷർ പാർട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്ന ഒരു പ്രധാന രീതി എന്ന് പറയുന്നത് ഈ പറയുന്ന വലതുപക്ഷ വിഭാഗത്തിൻ്റെ ഉള്ളിലൊരു പിളർപ്പുണ്ടാക്കി അല്ലെങ്കിൽ വിയോജിപ്പുണ്ടാക്കി അവിടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ എത്രമാത്രം വലിയൊരു തിരിച്ചടിയായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്? പ്രത്യേകിച്ചും ഈ ഒരു യുദ്ധമൊക്കെ നെതന്യാഹുവിനും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആഭ്യന്തരമായിട്ടും ഇസ്രായേലിലും ഈ യുദ്ധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 4-5 മാസങ്ങൾക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും നെതന്യാഹുവിനെ ബാധിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ കൊണ്ട് വിചാരിച്ചതൊന്നും നേടാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ലോകം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു പവർഫുൾ കൺട്രിയാണ്. ഈ ലോകത്ത് എന്തു വിചാരിച്ചാലും നടപ്പാക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. അവരുടെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക്, അവരുടെ മറ്റ് പല തരത്തിലുള്ള നെറ്റ്വർക്കുകൾ, ചാരപ്പണി, ഇതൊക്കെ മൊസാദ്, ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നത് ഭയങ്കര സംഭവമാണ്. ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊക്കെ പൊട്ടി തകരുകയാണ്. നമ്മൾ ചില്ലുകൊട്ടാരം തകരുന്നു എന്ന് ഉപമ പറയാം, അല്ലെങ്കിൽ സോപ്പ് കുമിള പൊട്ടിക്കുക എന്ന് പറയാം, പൊട്ടിപ്പോവുക എന്ന് പറയാം. അത്രയേ ഉള്ളൂ. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അമേരിക്ക പിന്തുണ പിൻവലിച്ചാൽ വട്ടപൂജ്യം എന്ന നിലയിലേക്ക് പോലും ആളുകൾ പറയുകയാണ്. ഞാനതിൻ്റെ അകത്തൊരു സ്റ്റാൻഡ് എടുക്കുന്നില്ല, പക്ഷേ വിലയിരുത്തുക. ഇപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഗസയിലേക്ക് ആക്രമണം നടത്തി. ഇപ്പോൾ ഇസ്രായേലിനെ മാതൃരാജ്യമായി കാണുന്ന, സ്വന്തം അച്ഛൻ നെതന്യാഹു ആയിരുന്നുവെങ്കിൽ എന്ന് സ്വപ്നം കാണുന്ന കുറച്ച് വിഷജീവികളുണ്ട്. അവരെ മാറ്റി നിർത്തുക. മനുഷ്യന്മാരുടെ കാര്യമാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള മനുഷ്യർ ഇസ്രായേലി കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ കടുത്ത അമർഷവും കടുത്ത ദേഷ്യവും, അല്ലെങ്കിൽ ഒരു രാജ്യമെന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത, ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യത്വ വിരുദ്ധമായ ക്രൂരമായ നടപടികൾ ചെയ്തൊരാളെന്ന നിലയിൽ തന്നെയാണ് നെതന്യാഹുവിനെ വാഴ്ത്തുക. ഇപ്പോൾ ജൂതരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ തലവൻ, അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ മന്ത്രി, അവിടുത്തെ പ്രതിരോധ മന്ത്രി. അപ്പോൾ ഇവരോട് ചോദിക്കാനുള്ള ചോദ്യം, അപ്പോൾ ബാക്കി ജനങ്ങളൊക്കെ എന്താണ് ഈ ലോകത്ത്? ജൂതരുടെ സംരക്ഷണവും ജൂതരുടെ ഉറക്കവുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ബാക്കി ജനസമൂഹമൊക്കെ ഈ ലോകത്തുള്ളവർ വേണ്ടേ? മറ്റാർക്കും ഇവിടെ ജീവിക്കണ്ടേ? ഇപ്പോൾ ഈ യുദ്ധത്തിന് ന്യായമായിട്ട് പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രി പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അമേരിക്ക പിന്തുണച്ചാലും ഇല്ലെങ്കിലും ജൂതരുടെ സമാധാനവും രക്ഷയ്ക്കുമാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പൊരുതുന്നത്. നിങ്ങൾ അയക്കോ, നിങ്ങളുടെ രാജ്യത്ത് അയക്കോ. ഈ മറ്റ് രാജ്യങ്ങളിൽ പോയി അവരുടെ മെക്കിട്ട് കയറി പശ്ചിമേഷ്യയുടെ മുഴുവൻ സമാധാനവും തകർത്ത് ഇതുപോലെ യുദ്ധം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രവാസികളടക്കമുള്ള എത്ര ലക്ഷം ആളുകളെയാണ്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളെയാണ് ഇത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 11,000-ഓളം കപ്പലുകൾ ഈ ഹോർമുസ് വിഷയവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലായിട്ട് കിടക്കുകയാണ്. ഇതിലൊക്കെ ജീവനക്കാരില്ലേ? ഇവരൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? ഈ ഓർഡറുകളും കാത്തിരിക്കുന്ന കമ്പനികൾ, അവിടെ നടക്കുന്ന പ്രൊഡക്ഷൻ, അതുവഴി ഉപജീവനം നടത്തുന്ന ആളുകൾ, ഗൾഫ് മേഖലയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ,
ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ കൊല്ലപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള, യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന മറ്റ് രാജ്യങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? അപ്പം അങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഞങ്ങളുടെ സുരക്ഷയും സംരക്ഷണവുമാണ് ലോകത്ത് ഏറ്റവും വലുത്, അതിനുവേണ്ടി ഈ ലോകത്ത് എന്ത് നെറികേടും ഞങ്ങൾ കാണിക്കും എന്ന രീതിയിൽ അഹങ്കാരത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഇസ്രായേൽ ഭരണകൂടത്തെ അടിച്ചിരുത്തുകയാണ് ഇറാൻ ചെയ്തത്. നമ്മളിപ്പം ഈ പറയുന്ന പേപ്പട്ടികളെ അടിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം മലയാളത്തിലുണ്ട്. അതായത് ആര് പിടിച്ചാലും നിൽക്കാതെ, ആരാലും നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളെ ചില ശക്തരായ ആളുകൾ വന്ന് അടിച്ച് സൈഡാക്കും. ഈ പേപ്പട്ടികളെ അടിച്ചു കൂട്ടുക എന്ന് പറയും മലയാളത്തിൽ. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. കാരണം കുറേ കാലമായിട്ട് ഇവരിങ്ങനെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗസയിൽ 60,000 70,000 ആളുകളെ കൊല്ലുന്നു. സ്ത്രീകളും കുട്ടികളും, കുഞ്ഞു കുട്ടികളെയും, ആശുപത്രിയിൽ കിടക്കുന്ന കുട്ടികളെ പോലും ആശുപത്രിയിൽ ബോംബിട്ട് കൊല്ലുകയാണ്. ഇതിനൊക്കെ എന്ത് ന്യായം? എന്നിട്ട് പറയാണ് ഇതിനടിയിൽ മുഴുവൻ ഹമാസിൻ്റെ ഭീകരരുണ്ട്, അവരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാനുള്ള മെക്കാനിസം, അല്ലാത്ത മെക്കാനിസം ഒന്നും ഈ പറയുന്ന ഇസ്രായേൽ എന്ന ലോകോത്തര രാജ്യത്തിൻ്റെ സൈന്യത്തിന് ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയും. എന്നാൽ എലിയെ കണ്ടെത്തി കൊല്ലാനുള്ള സംവിധാനമൊന്നും ഇല്ല. എന്നിട്ട് പറയണ ലോകത്തെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ഞങ്ങളുടെ കയ്യിലാണ്. എനിക്കതാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ കുറേ കാലമായി ജനങ്ങളെ വിഡ്ഢികളാക്കിയിരുന്ന, അല്ലെങ്കിൽ ഈ തള്ളുകളിൽ അഭിരമിച്ചിരുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് അനിവാര്യമായൊരു പതനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ തീവ്ര വലതുപക്ഷം തന്നെയാണ് അവിടെ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ. അതായത് ഇസ്രായേലിൽ നടക്കുന്നൊരു പ്രശ്നം, യുദ്ധത്തിനെതിരായിട്ട് ഒരു വിഭാഗം ആളുകൾ സമാധാനം വേണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്നു, അവരെ അടിച്ചൊതുക്കുന്നു, അവരെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കുമ്പോൾ അവരെ പ്രതിഷേധം ഇല്ലാതാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം യുദ്ധത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് തെരുവിലുണ്ട്, പ്രതിഷേധത്തിലുണ്ട്. ഇപ്പോൾ ഈ എയർ ലാപ്പിഡ് എന്നൊക്കെ പറയുന്ന ആൾ തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എന്താണ് നിലപാടെന്ന് അറിയില്ല. പക്ഷെ മുമ്പ് തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് നേതാവ് എന്നുള്ള ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എത്രത്തോളം തീവ്രമായ നിലപാടുകളാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഒരു യുദ്ധത്തിന് ഇറങ്ങിയാൽ ഒന്നുകിൽ ആ യുദ്ധം ജയിക്കുക, ആ യുദ്ധം കൊണ്ട് നേട്ടം, എന്തെങ്കിലും ഒരു നേട്ടം ആ രാജ്യത്തിന് വേണം, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് പോകരുത്. ഇതിന് രണ്ടിനും നടുക്കാണ് നെതന്യാഹു. അതായത് യുദ്ധം ചെയ്യും, ഞങ്ങൾ അത് പിടിക്കും, ഇത് ഇപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കാൻ പോയിട്ട് ഇപ്പോഴും ഹമാസിൻ്റെ നെറ്റ്വർക്കുകൾ സജീവമാണെന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ചോദിക്കും ഹമാസ്, പലരും ചോദിക്കും ഈ ഹമാസിനെ ഇപ്പോൾ കാണാനില്ലല്ലോ. അല്ലെങ്കിൽ അവരെ കാണാനില്ല. അവരെ എപ്പോഴും അവരെല്ലാ ദിവസവും എല്ലാ രാജ്യങ്ങളിലും പോയി പോകുമ്പോഴുന്ന ആളുകളല്ല. അവരൊരു ടൈമിൽ ഒരു അറ്റംപ്റ്റ് നടത്തും, അത് വിജയിക്കാൻ പരാജയപ്പെടും. അപ്പോൾ അവരെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നതെങ്കിൽ അതാണ് യുദ്ധവിജയമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഗസ പിടിച്ചെടുക്കും, ഹമാസിനെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് അത് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന് പണി കിട്ടുമെന്ന് മനസ്സിലായ ഘട്ടത്തിൽ അമേരിക്ക ഇടപെട്ടിട്ട് ഒരു യെല്ലോ ലൈൻ വരച്ചിട്ട്, അതും ഹമാസ് പറഞ്ഞെടുത്തൊരു യെല്ലോ ലൈൻ വരച്ചിട്ട് ഇസ്രായേലിനോട് പറഞ്ഞാൽ അപ്പുറം പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് 2.5 വർഷം യുദ്ധം ചെയ്തത്. ബന്ദികളെ 250 ബന്ദികളെ കൊണ്ടുപോയി, ഹമാസ് കൊണ്ടുപോയി. ഒരാളെ പോലും ജീവനോടെ തിരിച്ച് ഒരു ഓപ്പറേഷനിലൂടെ തിരിച്ചെത്തിക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല. അത് നെതന്യാഹുവിന് വലിയ കഴിവുകേടാണ്. ഒരു രാജ്യം 2.5 വർഷം ഗസയിലേക്ക് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മാനുഷികമായ ആസ്പെക്റ്റൊക്കെ മാറ്റി വയ്ക്കുക, ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് നോക്കുക. ആ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, പൊതുജനാരോഗ്യത്തിന് വേണ്ടി, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പണം അത് 2.5 വർഷക്കാലത്തോളം ഒഴുക്കിക്കളയാണ്, യുദ്ധത്തിന് വേണ്ടി ഒഴുക്കിക്കളയാണ്. ഒരു നേട്ടവും ഉണ്ടായിട്ടുമില്ല. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അജിറ്റേറ്റഡ് ആവില്ലേ? തീർച്ചയായിട്ടും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇസ്രായേൽ സാമ്പത്തിക രാജ്യമാണ്, ജൂത സമൂഹത്തിന് വലിയ തോതിൽ സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജനതയാണ്, അതിലും തർക്കമില്ല കേട്ടോ. പക്ഷേ ഉണ്ടാക്കാമായിരുന്ന കൂടുതൽ നേട്ടത്തിനുള്ള സാധ്യതകൾ അവിടെ ഇല്ലാതാവുകയാണ്. ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉണ്ടാവും. ജയിക്കാനല്ലെങ്കിൽ, ബന്ദികളെ ജീവനോട് പിടിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യുദ്ധം? എന്തിനായിരുന്നു യുദ്ധം? അതാണ് അവിടെ വരുന്ന ചോദ്യം. ഈ രണ്ടാമത്തെ കാര്യം, ഇറാനെതിരെ നടത്തിയ യുദ്ധം. അന്നും ഇറാനെതിരെ യുദ്ധം നടത്തുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് യുദ്ധം. ശരി, യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരു 3 മാസം ഇറാനിലേക്ക് യുദ്ധം ചെയ്തു, പല ഘട്ടങ്ങളിലായിട്ട്. ഈ സമയത്തൊന്നും സമാധാനമായി ഇസ്രായേലിലെ ജനങ്ങൾ ഉറങ്ങിയിട്ടില്ല. ബങ്കറുകളെ ശരണം. ഒരു ജനത അവരുടെ ജീവിത കാലയളവിൽ ഏറ്റവും കൂടുതൽ സമയം വെടിയൊച്ചകൾക്കും ബോംബിങ്ങുകൾക്കും ബങ്കറുകൾക്കുള്ളിൽ മരണഭയത്തോടു കൂടി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഒരു ഭരണാധികാരിയാണ് നെതന്യാഹു. കഴിഞ്ഞ 3 വർഷത്തോളമായി ഇസ്രായേൽ യുദ്ധത്തെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ശാശ്വത സമാധാനം. എവിടെ ശാശ്വതം?
ഇറാനിൽ ഭരണം മാറിയോ? ഇപ്പൊ അമേരിക്ക ഇറാൻ എല്ലാം തുറന്നു കൊടുക്കുകയാണ്. ഇറാനെ കരുപ്പിടിപ്പിക്കാൻ അല്ലെങ്കിൽ കരുത്താർജിപ്പിക്കുകയാണ് ഈ യുദ്ധം കൊണ്ട് സംഭവിച്ച കാര്യം. ഇറാൻ ആണവോർജ്ജം അവരുടെ ഊർജ്ജാവശ്യങ്ങൾക്ക് അവർ കയ്യിൽ വെക്കാം. ഓപ്പണായിട്ട് അവർക്ക് ഇന്റർനാഷണൽ ട്രേഡിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി. അവർക്ക് അവരുടെ എണ്ണ നിർബാധം എവിടെയും വിൽക്കാം, ഒരു തടസ്സവുമില്ല. അവർക്ക് പതിനായിരക്കണക്കിന് കോടി ഡോളർ അവർക്ക് വെറുതെ അങ്ങോട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്ന ചർച്ച പോലും പിടിച്ചു വെച്ചിരിക്കുന്ന ഫണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. അതെ, അത് കഴിഞ്ഞപ്പോൾ ഹോർമുസ് അതും ഇറാന്റെ കയ്യിലായി. ഹോർമുസ് എന്നതൊരു വജ്രായുധമായി ഇറാന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ ഇറാൻ അങ്ങോട്ട് കൊടുത്ത ഭരണാധികാരിയുടെ പേരാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അയാളെ നോക്കിയിട്ട് ഇനി ഇസ്രായേൽ ജനത ഇസ്രായേലിന് സമാധാനം നൽകിയ നേതാവെന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കുക യുദ്ധം ചെയ്യുകയാണെങ്കിൽ അന്തസ്സായിട്ട് ചെയ്യണം, ഇറാനെ തീർക്കാനാണെങ്കിൽ അന്തസ്സായിട്ട് തീർക്കണം, ഒരു ശത്രുവിനെ ഇല്ലാതാക്കാനാണെങ്കിൽ അന്തസ്സായിട്ട് ഇല്ലാതാക്കണം, പിന്നെ ആ ശത്രു പൊങ്ങരുത്. അല്ലാതെ ഇതേപോലെ ചൊറിഞ്ഞ് മാന്തും മേടിച്ച് കരഞ്ഞ് തിരിച്ചു വന്ന ആ ശത്രുവിനെ കരുത്തനാക്കി വിട്ടിട്ട് എന്താ കാര്യം? അതാണ് ഇസ്രായേലിൽ ഒരു വിഭാഗം ജനങ്ങൾ ചിന്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവിടെ തീവ്ര സയനിസ്റ്റുകൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നെതന്യാഹുവിനെതിരായ ശബ്ദങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയരുന്നത് ഇങ്ങനെ യുദ്ധം അവസാനിപ്പിക്കരുതായിരുന്നു എന്നുള്ള പോയിന്റിലാണ്. അല്ലാതെ സമാധാനമാണ് ഞങ്ങൾക്ക് വരുന്നതല്ല. ജൂതരുടെ സമാധാനമാണ്, ജൂതരുടെ ഉറക്കമാണ് പ്രശ്നമെങ്കിൽ അവർക്ക് ഉറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നേ. അല്ലാതെ യുദ്ധമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ലോകത്തിന് മുഴുവൻ മുമ്പിൽ നാണം കെട്ട് ഇസ്രായേലിന്റെ പേരും കളഞ്ഞു കുളിച്ച് തിരിച്ച് പേടിച്ചോടി വരുന്നൊരു ഭരണാധികാരി എന്തിനാണ് അവർക്ക്? അവിടെയാണ് യുദ്ധത്തിന്റെ വിജയമല്ല, വെറും പ്രോസിക്യൂഷൻ നടപടികൾ എന്നുള്ള രക്ഷ മാത്രമാണ്. കോടതി നടപടികളിൽ നിന്ന് തടയൂരാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം കത്തിച്ചു നിർത്തുകയാണ് നെതന്യാഹു എന്ന വാദം ശക്തമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെതിരായിട്ട് എയർ ലാപ്പിഡും പുതിയ പാർട്ടിക്കാരും ഒക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ വോട്ടിങ്ങിൽ നെതന്യാഹു പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. പക്ഷേ സഖ്യകക്ഷികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇതിലൊരു പോയിന്റാണ്. അപ്പോൾ നെതന്യാഹു മറ്റുള്ള സഖ്യകക്ഷികളിൽ നിന്ന് ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ നേടുകയാണെങ്കിൽ അത് നെതന്യാഹുവിന് തുടരാനുള്ള സാഹചര്യം ഒരുക്കാനും സാധ്യതയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നെതന്യാഹു എന്ന വ്യക്തിക്ക്, എന്ന ഭരണാധികാരിക്ക് വലിയ തോതിൽ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തി, വികസന സാധ്യതകളെ പിന്നോട്ടടിപ്പിച്ചു. തുറമുഖങ്ങളെ എത്ര കാലം അടഞ്ഞു കിടന്നു ഇസ്രായേലിലെ, എത്ര വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന രാജ്യം. എനിക്ക് തോന്നുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നേരിട്ടിട്ടില്ല. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നു എന്നുള്ളതല്ലാതെ ആ രാജ്യത്തിന് ഉള്ളിലേക്ക് അയൺ ഡോം സംവിധാനങ്ങളെപ്പോലും തകർത്തുകൊണ്ട് ആ രാജ്യത്തിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങളും കൂട്ടപ്പലായനങ്ങളും ഉണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ളയും നടത്തി, ഇറാനും നടത്തി. അത് ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും ദ്രോഹം ഒരു ജനതയോട് ചെയ്തു, അല്ലെങ്കിൽ അത്രയും തിരിച്ചടികൾ ഒരു ജനതയ്ക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയൊരു ഭരണാധികാരി തീർച്ചയായിട്ടും ബുദ്ധിമുട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ചെയ്തു കൂട്ടിയതിനൊക്കെയും മറുപടി പറയേണ്ടി വരും എന്നൊരു കാലത്തിൻ്റെ കാവ്യനീതി കൂടി ഉണ്ടല്ലോ. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയധികം ക്രൂരതകൾക്ക് നേതൃത്വം കൊടുത്തൊരു ഭരണാധികാരി ചരിത്രത്തിലെ പല ഏകാധിപതികളെ പോലെയും നരകിക്കേണ്ട ഘട്ടം എത്തിയിട്ടുണ്ടാകാം. ചിലപ്പോൾ അതായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിലൂടെ തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യം. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നില പരിങ്ങലിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.